ബന്ദടുക്ക ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഷഷ്ടി മഹോത്സവം നടന്നു. പ്രധാന ചടങ്ങായ ഗുഹാപ്രവേശനം ഭക്തിയുടെ നിറവിൽ നടന്നു. കാസർഗോഡ് ജില്ലയിലെ മലയോര മേഖലയായ ബന്ദടുക്കയിലെ ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രം ഐതിഹ്യ സമ്പന്നമാണ്. ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവമാണ് ഷഷ്ടി മഹോത്സവം. ഈ വർഷത്തെ ഷഷ്ടി മഹോത്സവം ബ്രഹ്മശ്രീ ഇരവൽ കേശവതന്ത്രികളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്നു. പുലർച്ചെ നട തുറന്ന ശേഷം മഹാഗണപതി ഹോമം നടന്നു. ഉഷപൂജ, രാശിപൂജ, തുലാഭാരം എന്നിവയും നടന്നു. തുടർന്ന് ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ ഗുഹാപ്രവേശനം നടന്നു. വ്രതശുദ്ധിയോടെ ഭക്തർ ഗുഹാപ്രവേശന ചടങ്ങിന്റെ ഭാഗമായി. ബന്ദടുക്ക ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്ര ഗ്രാമദേവാലയമാണ്. 350-400 വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രം. എല്ലാ വർഷവും നേരത്തെ സൂചിപ്പിച്ചതുപോലെ മകരമാസം ഭരണി നക്ഷത്ര ദിവസം കൊടിയേറ്റത്തോടെ ആരംഭിച്ച 5 ദിവസത്തെ മഹോത്സവം നടക്കുകയാണ്. ഇന്നത്തെ ഈ ശുഭദിനം ഷഷ്ടി ദിവസമാണ്. ഷഷ്ടി ദിവസം തീർച്ചയായിട്ടും ഒരു 7000-8000 ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു വിശേഷപ്പെട്ട ഉത്സവ ദിവസം. ഇന്ന് രാവിലെ 4 മണിക്ക് അവിടെ നടത്തുന്ന ഗണപതി ഹോമവും രാശിപൂജവും അതോടൊപ്പം ഷഷ്ടി ഉത്സവ ദിവസം വിശേഷമായിട്ട് ബന്ദടുക്ക ഭക്തന്മാർ ഗുഹാപ്രവേശനം നടത്തുന്ന ഒരു ചടങ്ങ് കൂടിയുണ്ട്. ഏകദേശം ഒരു 150-200 ഭക്തന്മാർ തലേ ദിവസം വ്രതത്തിൽ നിന്നുകൊണ്ട് അന്നേ ദിവസം രാവിലെ ക്ഷേത്ര കുളത്തിൽ കുളിച്ച് കൊടിമരത്തിൻ്റെ അവിടെ വന്ന് ക്ഷേത്രേശന്മാർ നാട്ടുകാരെല്ലാവരും കൂടി പ്രാർത്ഥന നടത്തിക്കൊണ്ട് ഇവിടെ നിന്ന് ഗുഹാപ്രവേശനം നടത്തും. ഒരിക്കൽ ഈ ഗുഹയിലൂടെ കടന്ന് മറുപുറം എത്തിച്ചേർന്നാൽ അതുവരെയുള്ള ദുഷ്കർമ്മഫലങ്ങൾ തീരുമെന്നാണ് വിശ്വാസം. ಅದರೊಟ್ಟಿಗೆ ಸುಬ್ರಹ್ಮಣ್ಯ ಅಧೀನದಲ್ಲಿರುವಂತಹ ವಯನಾಡ್ ಕುಲವನ್ ದೇವಸ್ಥಾನಕ್ಕೆ ಕೂಡ ಈಗ ಈ ವರ್ಷ ನಾವು ಅದರೊಂದು ಜೀರ್ಣೋದ್ಧಾರವನ್ನು ಕೂಡ ಕೈಗೊಳ್ತಾ ಇದ್ದೇವೆ. ಹಾಗೆ ಅನೇಕ ಮಂದಿ ಇದರ ಷಷ್ಠಿ ಮಹೋತ್ಸವಕ್ಕೆ ವಿಶೇಷವಾಗಿ ಇಲ್ಲಿ ಒಂದು ಗುಹೆ ಪ್ರವೇಶ ಎಂಬುದು ಬಹಳ ಪ್ರಸಿದ್ಧಿ ಪಡೆದಂತಹ ಒಂದು ಬೇರೆ ಯಾವುದೇ ಕ್ಷೇತ್ರದಲ್ಲಿ ಅದು ಇಲ್ಲ. ಆದರೆ ಇಲ್ಲಿ ಮಾತ್ರ ಬಂದಡ್ಕದಲ್ಲಿ ಆ ಗುಹೆ ಪ್ರವೇಶ ಎಂಬುದು ಬಹಳ ವಿಶೇಷವಾದಂತಹ ಒಂದು ಕಾರ್ಯಕ್ರಮ. ಅದು ಕೂಡ ಇನ್ನು ಆಯಿತು. ಮುಂದೆ 2 ದೇವರಿಗೆ ಇಲ್ಲಿ ದರ್ಶನ ಬಲಿ ಉತ್ಸವ ನಡೀತದೆ. ಹಾಗೆ 1 ಗಂಟೆ 1:30 ಗಂಟೆಗೆ ಅದು ಮುಗಿದು ಎಲ್ಲ ಭಕ್ತಾದಿಗಳು ಸೇರುವಂಥ ಭಕ್ತಾದಿಗಳಿಗೆ ಅನ್ನಸಂತರ್ಪಣೆಯೂ ಇದೆ. ಸುಮಾರು 5000-6000 ಜನ ಭಕ್ತಾದಿಗಳು ಇಲ್ಲಿ ಸೇರಿ ಬಹಳ ವಿಜೃಂಭಣೆಯಿಂದ ಈ ಒಂದು ಷಷ್ಠಿ ಮಹೋತ್ಸವವನ್ನು ಆಚರಿಸ್ತಾ ಇದ್ದೇವೆ. തുടർന്ന് നവകാഭിഷേകം, മഹാപൂജ എന്നിവ നടന്നു. ഉച്ചയ്ക്ക് ശേഷവും വിവിധ വിശേഷാൽ പൂജകൾ നടന്നു. ഭക്തർക്ക് അന്നപ്രസാദവും നൽകി.